ഹലോ എവ്രി വൺ, വെൽക്കം ടു സെലക്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? ഇൻ ജനറൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? സാധനങ്ങളുടെ വില കൂടുന്നു, അതായത് വില കയറ്റത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പം ദർ ഇസ് എ സ്റ്റഡി റൈസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം നമ്മൾ എടുക്കുക, ഇപ്പോൾ ഒരു മാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ 3 മാസം, അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ സാധനങ്ങളുടെ വില സ്റ്റഡി ആയിട്ട് കൂടുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്നിപ്പം തക്കാളിയുടെ വില 1 കിലോയ്ക്ക് 80 രൂപ എന്നിരിക്കട്ടെ, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് 100 രൂപയാവുന്നു, അതിൻ്റെ അടുത്ത ആഴ്ച അത് 110 രൂപയാവുന്നു, അതിൻ്റെ അടുത്ത ആഴ്ച അത് 90 രൂപയാവുന്നു, വീണ്ടും അത് 120 രൂപയാകുന്നു. ഇങ്ങനെ പോകുന്നതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ദർ ഷുഡ് ബി എ സ്റ്റഡി ഇൻക്രീസ്. അതായത് ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ അതിങ്ങനെ പതുക്കെ പതുക്കെ ആണെങ്കിൽ അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കണം. ഇവിടെ ആണെങ്കിൽ നമുക്ക് കൂടി 3 ആഴ്ച കൂടിയിട്ട് പിന്നെ അത് കുറഞ്ഞു, പിന്നെ അത് കൂടി, ഇനിയിപ്പോൾ പിന്നെ അത് കുറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരിക്കലും ഇൻഫ്ലേഷൻ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദർ ഷുഡ് ബി എ സ്റ്റഡി റൈസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസിൽ സ്റ്റഡി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനൊരു ഇൻക്രീസ് ഉണ്ടാവണം. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സ് അഥവാ അത് രണ്ട് സാധനങ്ങളുടെ വില, രണ്ട് സമയത്തെ രണ്ട് സാധനങ്ങളുടെ വില വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് മെഷർഡ് ത്രൂ എ പ്രൈസ് ഇൻഡെക്സ്. ഫ്രീഡ്മാൻ്റെ ഒരു ഫേമസ് ഡെഫിനിഷനാണ് ഇൻഫ്ലേഷനെ കുറിച്ചുള്ളത്. ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് എന്നാണ് ആ ഡെഫിനിഷൻ. നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ എന്താണ്, ഇൻഫ്ലേഷൻ്റെ സമയത്ത് സാധനങ്ങളുടെ പൈസയുടെ സപ്ലൈ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു ഡെഫിനിഷൻ ഇതാണ്: ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷേ ഈ പൈസ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ സാധനങ്ങൾ അത്രയും അവൈലബിൾ അല്ല. സാധനങ്ങൾ അവൈലബിൾ അല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുക? ഉള്ള സാധനങ്ങളുടെ വില കൂടും. അതാണ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. അതായത് എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്, പക്ഷെ ആ പൈസ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ സാധനങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഉള്ള സാധനങ്ങൾക്ക് വളരെയധികം വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. ഇൻഫ്ലേഷൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണിത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ കുറിച്ച് വലിയ കാര്യമായിട്ട് ഡൗട്ട്സുകളൊന്നും അങ്ങനെ വരില്ല. ഇറ്റ് ഡിക്രീസസ് പർച്ചേസിങ് പവർ. ഇൻഫ്ലേഷൻ്റെ മറ്റൊരു ഫാക്ടറാണ് ആളുകളുടെ പർച്ചേസിങ് പവർ ഇൻഫ്ലേഷൻ കാരണം കുറയും എന്നുള്ളത്. അതായത് പർച്ചേസിങ് പവർ കുറയാന്ന് വെച്ചാൽ എന്താ? പണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരൻസ് ഒക്കെ തന്നെ പണ്ട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, പണ്ട് അരിക്കൊക്കെ 8 അണ അങ്ങനെയുള്ള പ്രൈസ് ആയിരുന്നു. ഇന്നൊക്കെ അരിക്ക് എത്ര വിലയാണ്? 60 രൂപയാണ്. പണ്ട് 60 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് 60 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയത്തില്ല. അതായത് ഇന്ന് കറൻസിയുടെ, നമ്മുടെ കയ്യിലുള്ള പൈസയുടെ പർച്ചേസിങ് പവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് എത്ര സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ആ സാധനങ്ങൾ പണ്ട് വാങ്ങിച്ചിരുന്ന അത്രയും സാധനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അതേ രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇന്ന് സാധനങ്ങളുടെ വില കൂടി. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻഫ്ലേഷൻ കാരണം എന്താ സംഭവിച്ചത്? പർച്ചേസിങ് പവറിൽ, കറൻസിയുടെ പർച്ചേസിങ് പവറിൽ ഒരു കുറവ് വന്നു. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷനെ കുറിച്ച്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക് ആസ് സച്ച് നമ്മുടെ PSCക്ക് അങ്ങനെ വരുന്ന ഒരു ടോപ്പിക് അല്ല. പക്ഷേ ഇൻഫ്ലേഷൻ പഠിക്കാതെ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ കഴിയില്ല. മാത്രമല്ല ഏറ്റവും അധികം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് വരുന്ന പോർഷൻസും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്താണ് ഒന്നെന്ന് പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇസ് ആക്ച്വലി വെരി ഹൈ. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകളുടെയും ടോട്ടൽ ഡിമാൻഡിനെയാണ് നമ്മൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഇസ് വെരി ഹൈ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. കാര്യം എന്താ? എല്ലാവരുടെയും കയ്യിൽ ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് ആണ്. എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ സാധനങ്ങൾ, പൈസ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ എണ്ണമാണ് കുറവ്. അതായത് ഡിമാൻഡ് ഇസ് വെരി ഹൈ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പർച്ചേസിങ് പവർ. കറൻസിയുടെ വിലക്കയറ്റം കാരണം പർച്ചേസിങ് പവർ വളരെയധികം കുറവാണ്. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, രൂപ ഇങ്ങനെ കയറി രൂപയുടെ ഇവിടെ പറയുന്നത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? സാധനങ്ങളുടെ വില ഇങ്ങനെ കയറി പോകുന്നതാണ് ഇൻഫ്ലേഷൻ കൊണ്ട് കാണിക്കുന്നത്. അപ്പം
സാധനങ്ങളുടെ വില കയറുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. അതായത് സാധനങ്ങളുടെ വില കുറയുന്നതിനാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറയുന്ന നമ്മൾ സാധാരണ വില കയറ്റത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? വില കുറയുന്നതിനെക്കുറിച്ച് നമ്മൾ അധികം അങ്ങനെ ചർച്ച ചെയ്യാറില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു ഫിനോമിനൻ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പണ്ട് ഉണ്ടായിരുന്ന അത്രയും വില ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കൊമോഡിറ്റീസ് ഉണ്ടോ? ഒരു നിമിഷം ആലോചിച്ച് നോക്കിക്കേ. ഡീഫ്ലേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡീഫ്ലേഷൻ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. അതെ, നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സ് അല്ലേ? പണ്ടൊക്കെ മൊബൈൽ ഫോണിന് ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ തന്നെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ഒരു നോക്കിയ ഫോൺ എടുത്താലും പണ്ടുണ്ടായിരുന്ന വിലയാണോ ഇന്നത്തെ മൊബൈൽ ഫോൺസിൻ്റെ വില? അല്ല. അതുപോലെ തന്നെയാണ് കാറുകളുടെ വില. പണ്ടത്തെ കാറുകളുടെ വിലയല്ല ഇന്ന് കാറുകളുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നിയിരുന്ന കാര്യങ്ങൾ ഇന്ന് അത്രയും എക്സ്പെൻസീവ് അല്ലാതായി മാറുന്നു. ചില സാധനങ്ങളുടെ വില ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ, പ്രത്യേകിച്ച് നമുക്കിത് കാണാൻ കഴിയുന്നത് ഡിഫ്ലേഷൻ ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് ഈ ഇലക്ട്രോണിക് ഗുഡ്സിലാണ്. കാര്യം പണ്ടത്തെ അത്രയും വില ഇന്നത്തെ കാലത്ത് അതിന് ഉണ്ടാവുന്നില്ല. അപ്പം ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇക്കോണമിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻഫ്ലേഷൻ പോലെ അത്രയും ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു ഫാക്ടർ അല്ല ഡിഫ്ലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തത്. വില കയറ്റത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വില കുറയുന്നത് ഇത് ശരിക്കും ഇക്കോണമിക്ക് നല്ലതാണോ അല്ലയോ? ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. വില കുറയുന്നത് നല്ല കാര്യമല്ലേ, അല്ലേ? പക്ഷെ വില കുറയുന്നത് നല്ലതാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് സാധനങ്ങളുടെ വില കുറയുന്നത് ശരിക്കും ഇക്കോണമിയിൽ നല്ല കാര്യത്തെക്കാൾ അത് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെ ദോഷകരമായ മാറ്റങ്ങളാണ് ഈ ഡീഫ്ലേഷൻ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഡീഫ്ലേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? സാധനങ്ങളുടെ വില കുറയുന്നു. അപ്പം സാധനങ്ങളുടെ വില കുറയുമ്പം പ്രൊഡ്യൂസേഴ്സിന്, ഈ സാധനങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അത് നിർമ്മിക്കാനുള്ളൊരു ടെൻഡൻസി കുറയും അല്ലേ? പ്രൊഡ്യൂസേഴ്സ് വിൽ ലൂസ് ഇൻട്രസ്റ്റ് ഇൻ പ്രൊഡ്യൂസിങ് ദ കൊമോഡിറ്റി. സാധനങ്ങളുടെ വില കുറയുമ്പോഴത്തേക്ക് ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ആ സാധനങ്ങൾ നിർമ്മിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അവിടെ കുറയും. അപ്പോൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുവരെ കിട്ടുന്ന ടാക്സ് ഗവൺമെൻറ്റിന് കുറയും, ആളുകളുടെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ കുറയും. ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യും? ഇക്കോണമിയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം നമ്മുടെ രാജ്യത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ അല്ലേ? അപ്പോൾ ആളുകൾ, പ്രൊഡ്യൂസേഴ്സ് സാധനങ്ങൾ നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അവിടെ കുറയും. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഇന്നൊരു ആപ്പിളിൻ്റെ ഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പം സീസൺ ആൻഡ് സെയിലൊക്കെ നടക്കുകയാണ്, ചിലപ്പോൾ വില കുറവായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ വിചാരിക്കുക ചിലപ്പോൾ ഇനി കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ വില വീണ്ടും കുറഞ്ഞേക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഇന്നത് വാങ്ങിക്കാതെ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അവിടെ ഇല്ലാതാവുകയാണ്. അതായത് ഞാൻ ഇന്ന് പൈസ ചിലവാക്കുന്നില്ല. ഞാൻ പൈസ ചിലവാക്കിയാൽ മാത്രമേ ഇക്കോണമിയിലേക്ക് പൈസ വരത്തുള്ളൂ. ഞാൻ പൈസ ചിലവാക്കിയാൽ മാത്രമേ സർക്കാരിന് ടാക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൈസ എൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന സർക്കാരിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ പൈസ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവാക്കിയാൽ മാത്രമേ അത് എൻ്റെ ഇക്കോണമിയിലെ ഗ്രോത്തിനെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആളുകൾ സാധനങ്ങൾ ഇന്ന് വാങ്ങിക്കാതെ ഇനിയും വില കുറയും എന്ന ധാരണയിൽ പിന്നീടിലേക്ക് കൺസപ്ഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, കൺസപ്ഷൻ പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇക്കോണമിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പോസ്റ്റ്പോണിങ്, consumers will postpone the consumption. ഇത് രണ്ടും ഇക്കോണമിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് നല്ല എഫക്റ്റിനേക്കാൾ ദോഷകരമായിട്ടുള്ള എഫക്റ്റാണ് ഇക്കോണമിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ നല്ലതാണോ? ഇൻഫ്ലേഷൻ, ഒരു പരിധി വരെയുള്ള ഇൻഫ്ലേഷൻ ഇക്കോണമിക്ക് ആക്ച്വലി ആവശ്യമാണ്. ആ പരിധി ഏതാണ്? ആ പരിധി എന്ന് പറയുന്നത് 2% മുതൽ 6% വരെ ആണ് നമ്മുടെ പരിധി എന്ന് പറയുന്നത്. അതായത് അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻഫ്ലേഷൻ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 4 ± 2 എന്ന് പറയും. അതായത് ഒന്നുകിൽ 4 നിന്ന് 2% വരെ കുറയാം. അതായത് 2% വരെ ആകാം,
അല്ലെങ്കിൽ 4-2% വരെ കൂടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2-6% ആണ് ഐഡിയൽ ഇൻഫ്ലേഷൻ റേഞ്ച് എന്ന് പറയുന്നത്. അത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഇൻഫ്ലേഷൻ 2%-ൽ നിന്ന് താഴേക്കാകാനും പാടില്ല, 6%-ൽ കൂടാനും പാടില്ല. ഇത് രണ്ടും ഇക്കോണമിക്ക് ദോഷകരമാണ്. ഒരു മൈൽഡ് ഇൻഫ്ലേഷൻ ഇക്കോണമിക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും സാധനങ്ങൾക്ക് വില ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു ഇൻസെൻറ്റീവ് ഉണ്ടാകത്തുള്ളൂ അല്ലേ. ഇപ്പോൾ സാധനങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരുന്ന അവർ പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല. അപ്പോൾ അവർക്ക് ഒരു റിട്ടേൺ വേണം. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു മിനിമം റേഞ്ച് ഓഫ് ഇൻഫ്ലേഷൻ ഇക്കോണമിയിൽ വളരെ അധികം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും രണ്ടും ഇക്കോണമിയിൽ ആവശ്യമാണ്. ഡീഫ്ലേഷൻ ഒരു പരിധി കഴിഞ്ഞ് വിലക്കുറവ്, ഒരു പരിധി കഴിഞ്ഞ് സാധനങ്ങളുടെ വില താഴേക്ക് പോകാനും പാടില്ല, ഒരു പരിധി കഴിഞ്ഞ് സാധനങ്ങളുടെ വില മുകളിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്ഇൻഫ്ലേഷൻ എന്താണ്? ഡിസ്ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഡീഫ്ലേഷനും ഡിസ്ഇൻഫ്ലേഷനും തമ്മിൽ തെറ്റിപ്പോകരുത്. നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് പണപ്പെരുപ്പം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പണച്ചുരുക്കം അഥവാ ഡീഫ്ലേഷൻ. ഇൻഫ്ലേറ്റ് ചെയ്യുക, അപ്പം ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ബലൂൺ വീർപ്പിക്കുക, ബലൂൺ ഡീഫ്ലേറ്റ് എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ അതിൻ്റെ ഇത് കുറച്ച് വിടുന്നതിനാണ്, ഗ്യാസ് പുറത്തേക്ക് വിടുന്നതിനാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്ഇൻഫ്ലേഷൻ? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ വളരെ പതുക്കെ പതുക്കെ നടക്കുന്നതിനാണ്. അതായത് വില കയറുന്നുണ്ടോ എന്ന് വെച്ചാൽ കയറുന്നുണ്ട്, പക്ഷെ വില കയറുന്നതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 100 രൂപയിൽ നിന്ന് 130 രൂപയാവുന്നു, പിന്നെ 150 രൂപയാവുന്നു, 160 രൂപയാവുന്നു. ഇവിടെ നോക്കിക്കേ, വില കയറുന്നുണ്ടോ എന്ന് വെച്ചാൽ വില കയറുന്നുണ്ട്, പക്ഷെ വില കൂടുന്നതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ 100-ൽ നിന്ന് 130 എന്ന് പറയുമ്പോൾ ഏകദേശം 30% വില കയറ്റം ഉണ്ടായി. 130-ൽ നിന്ന് 150 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15% നമുക്ക് എടുക്കാം. 150-ൽ നിന്ന് 160 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6.6%. അതായത് നോക്കിക്കഴിഞ്ഞാൽ വില കയറുന്നുണ്ട്, പക്ഷെ ആ വില കയറുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. 30-ൽ നിന്ന് 15 പിന്നത് 6.6 ഇതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെ വില കയറുന്നു, പക്ഷെ ആ വില കയറുന്നതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അതാണ് ഡിസ്ഇൻഫ്ലേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീഫ്ലേഷൻ എന്താണ്? റീഫ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പം വില ഭയങ്കരമായിട്ട് സാധനങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സാധനങ്ങളുടെ വില അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇക്കോണമിയെ അത് ഹാംഫുൾ ആയിട്ട് ബാധിക്കും. കാര്യം എന്താ, ഇവിടെ പ്രൊഡക്ഷൻ ആവശ്യത്തിന് സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കും അപ്പോൾ പിന്നെ ഇന്ന് വാങ്ങിക്കേണ്ട, കുറച്ചും കൂടി വില കുറഞ്ഞിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് അവർ ഇന്ന് സ്പെൻഡ് ചെയ്യാതിരിക്കും. ഇന്ന് സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ GDPയുടെ മെഷറിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഓവറോൾ എക്കണോമിക് ഗ്രോത്തിനെ തന്നെ അത് ഹാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റീഫ്ലേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ, ഇപ്പോൾ സാധനങ്ങളുടെ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തന്നെ ചില മെഷേഴ്സ് എടുത്തുകൊണ്ട് ഈ ഇൻഫ്ലേഷൻ കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കും. ആ ഗവൺമെൻറ് മനഃപൂർവ്വം എടുക്കുന്ന ആ മെഷേഴ്സിനാണ് നമ്മൾ റീഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് സാധനങ്ങളുടെ വില കുറച്ച് കൂട്ടിയാലേ പതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ റീഫ്ലേഷൻ, ഡെലിബറേറ്റ് ആക്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ടു സ്റ്റിമുലേറ്റ് ദ ഇക്കോണമി. ഇക്കോണമിയിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡെലിബറേറ്റ്ലി എടുക്കുന്ന എഫേർട്സ് ആണ് നമ്മൾ റീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷനോടൊപ്പം വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റാഗ്ഫ്ലേഷൻ. അപ്പോൾ എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ഗ്രോത്ത് പ്ലസ് ഇൻഫ്ലേഷനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രോത്ത് സ്റ്റാഗ്നന്റ് ആണ്, എക്കണോമിക് ഗ്രോത്ത് ഉള്ള ഗ്രോത്ത് പോലെ തന്നെ നിൽക്കുകയാണ്, അത് കൂടുന്നുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ അത് ചിലപ്പോൾ ലോ ഗ്രോത്ത് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ സ്റ്റാഗ്നന്റ് ഗ്രോത്ത് പ്ലസ് ഇൻഫ്ലേഷനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് വിൽ ഓൾസോ ബി ഹൈ. അതായത് ഇപ്പോൾ എന്തുകൊണ്ട് ഈ സ്റ്റാഗ്ഫ്ലേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലോകത്ത് എന്തെങ്കിലും ഒരു വാറോ അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽസിൻ്റെ എന്തെങ്കിലും ഒരു ഷോർട്ടേജോ ഒക്കെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിന് ആവശ്യത്തിന് റോ മെറ്റീരിയൽസ് കിട്ടത്തില്ല. അപ്പോൾ കിട്ടാതെ വരുമ്പം അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ പ്രൊഡക്ഷൻ കുറയ്ക്കും, കാരണം എന്താ, പ്രൊഡക്ഷൻ ഓൾറെഡി റോ മെറ്റീരിയൽസിൻ്റെ ഒരു സ്കാർസിറ്റി ഉണ്ട്. അപ്പം വളരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അവരുടെ ഔട്ട്പുട്ട് കുറയ്ക്കും, അല്ലെങ്കിൽ ആളുകളെ അവർ ലേ ഓഫ് ചെയ്യും, അതായത് ജോലിക്കാരെ അവർ പറഞ്ഞു വിടും. ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് സ്റ്റാഗ്ഫ്ലേഷൻ്റെ സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഓൾസോ വെരി ഹൈ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇൻഫ്ലേഷൻ ആർക്കാണ് കൂടുതൽ ഹെൽപ്ഫുൾ, ആർക്കാണ് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതെപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം
രണ്ട് പേരുണ്ട്, അരുണും മായയും. ഓക്കെ, രണ്ട് വ്യക്തികളാണ് അരുണും മായയും. അരുൺ മായയ്ക്ക് ഒരു 100 രൂപ കടം കൊടുത്തു. അരുൺ മായയ്ക്ക് 100 രൂപ കടം കൊടുത്തു. അപ്പോൾ കടം കൊടുക്കുന്ന ആളാരാണ്? ക്രെഡിറ്ററാണ്. അതായത് പൈസ കടം കൊടുക്കുന്ന ആൾ ക്രെഡിറ്ററും പൈസ കടം വാങ്ങിച്ച ആൾ ഡെറ്ററും ആണ്. പൈസ കടം വാങ്ങിച്ച ആൾ കടക്കാരൻ, അതായത് ഡെറ്ററാണ്. അപ്പോൾ ഇന്നാണ് അരുൺ മായയ്ക്ക് 100 രൂപ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആപ്പിളിൻ്റെ വില, ഫോർ എക്സാമ്പിൾ 1 കിലോ ആപ്പിളിന് ഇന്ന് 100 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ 100 രൂപ വെച്ചിട്ട് അരുൺ ഇന്ന് 1 കിലോ ആപ്പിൾ വാങ്ങിക്കാമായിരുന്നു. അപ്പോൾ മായ ഈ 100 രൂപ അടുത്ത വർഷമായിരിക്കും മായ ഈ 100 രൂപ അരുണിന് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം മായ അരുണിന് 100 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു എന്ന് വയ്ക്കാം. അപ്പോൾ 100 രൂപ മായ അരുണിൽ നിന്ന് വാങ്ങിച്ചു 10% ഇൻട്രസ്റ്റ് റേറ്റിൽ. അപ്പോൾ അടുത്ത കൊല്ലം മായ അരുണിന് 100 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപയുടെ കൂടെ 10% ഇൻട്രസ്റ്റ് റേറ്റും കൂടി ചേർത്തിട്ടാണ് മായ കൊടുക്കുന്നത്. അതായത് 110 രൂപയായിട്ടായിരിക്കും മായ അരുണിന് തിരിച്ചു കൊടുക്കുന്നത് ഇപ്പം അടുത്ത വർഷം. ഇനി അടുത്ത വർഷത്തെ ചിലപ്പം ആപ്പിളിൻ്റെ പ്രൈസ് അന്നേരത്തേക്ക് ഇന്നത്തെ ആപ്പിളിൻ്റെ പ്രൈസ് ആയിരിക്കും അടുത്ത വർഷം അല്ല, പ്രൈസിൽ എന്താണെങ്കിലും ഒരു വിലക്കയറ്റം ഉണ്ടാവും. അപ്പോൾ അടുത്ത വർഷം പ്രൈസ് 120 രൂപ ആണെന്ന് വെക്കുക. അതായത് കഴിഞ്ഞ വർഷം 100 രൂപയായിരുന്ന ആപ്പിളിന് ഇന്ന് 120 രൂപയാണെങ്കിൽ ഈ അരുണിന് 110 രൂപ കൊണ്ടിട്ട് 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പറ്റുമോ? അടുത്ത വർഷത്തെ പ്രൈസിൽ അരുണിന് ഈ മായ തിരിച്ചു തന്ന 110 രൂപയിൽ നിന്ന് 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതിപ്പം എന്തുകൊണ്ടാണ് അരുണ് വാങ്ങിക്കാൻ പറ്റാഞ്ഞത്? കാരണം വിലക്കയറ്റം. ആപ്പിളിൻ്റെ വില അരുൺ പൈസ കടം കൊടുത്ത സമയത്ത് ആപ്പിളിന് 100 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മായ കടം തിരിച്ചു കൊടുത്ത സമയത്ത് ആപ്പിളിൻ്റെ വില 100 രൂപയിൽ നിന്ന് 120 രൂപയായി. മായ അതേ സമയത്ത് 10% ഇൻട്രസ്റ്റ് റേറ്റിലാണ് കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തത്. പക്ഷേ അത് 110 രൂപയായിട്ടാണ് മായ തിരിച്ചു കൊടുത്തത്. പക്ഷേ ആ 110 രൂപ കൊണ്ട് അന്നത്തെ വിലയിൽ 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ അരുണ് സാധിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷൻ കാരണം വിലക്കയറ്റം എപ്പോഴും കടം കൊടുക്കുന്ന ആൾക്ക് ഒരു നഷ്ടവും കടം വാങ്ങിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു ലാഭവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതായത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു കൺസോളിഡേറ്റഡ് സാലറി തരുന്നു. ഇപ്പോൾ നിങ്ങളൊരു 3 വർഷത്തേക്ക് ജോലി ചെയ്യുന്നു, നിങ്ങൾക്കൊരു കോൺട്രാക്ട് ബേസിസിൽ ജോലി ചെയ്യുന്നു. ഈ 3 വർഷത്തേക്ക് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് പേ എന്ന് പറയുന്നത് ഓരോ മാസം നിങ്ങൾക്ക് 25,000 രൂപ വെച്ച് തരും. അപ്പോൾ ഈ 25,000 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിക്സ്ഡ് ഇൻകം ആണ്. അവിടെ വിലക്കയറ്റം അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് 25,000 രൂപ കൊണ്ട് നിങ്ങൾ ഇന്ന് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത വർഷം വാങ്ങിക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ ഇത് എപ്പോഴും ഈ ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പിനും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും എല്ലാം ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടമായിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണോ ഇൻഫ്ലേഷൻ ക്രെഡിറ്റേഴ്സിന് ലോസ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഫിക്സ്ഡ് ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും, അതായത് ഒരു കൺസോളിഡേറ്റഡ് പേ വാങ്ങുന്ന കോൺട്രാക്ച്വൽ ബേസിസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നഷ്ടമായിരിക്കും ഉണ്ടാക്കുക. ഇതേപോലെ തന്നെയാണ് ബോണ്ട് ഇഷ്യൂവറിനും ബോണ്ട് ഹോൾഡറിനും. അതായത് ഇപ്പം ഒരു കമ്പനിക്ക് ഒരു പൈസ ആവശ്യമായിട്ട് വരുന്ന സമയത്തായിരിക്കും ആ കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആളാണ് ആര്? ഡെറ്റർ എന്ന് പറയുന്നത്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡെറ്റർ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് ഇപ്പം ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ കമ്പനിക്ക് ഒരു 1000 കോടി രൂപ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ 1000 കോടി രൂപ എനിക്ക് എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ 1000 കോടി രൂപയുടെ ഞാൻ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ബോണ്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾ ആ പൈസ എനിക്ക് കടമായിട്ട് തരുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ബോണ്ട് വാങ്ങിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എന്തിനാണ് ബോണ്ട് വാങ്ങിക്കുന്നത്? എനിക്ക് പൈസ തന്നിട്ടാണ് നിങ്ങൾ ആ ബോണ്ട് വാങ്ങിക്കുന്നത്. അതായത് നിങ്ങളാണ് അവിടുത്തെ ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണോ ഇൻഫ്ലേഷൻ ക്രെഡിറ്റേഴ്സിന് ലോസ് ഉണ്ടാക്കുന്നത്, അത് നിങ്ങളത് തിരിച്ചു തരുന്ന സമയത്ത്, നമ്മളത് തിരിച്ച് പ്രീപേ ചെയ്യുന്നൊരു സമയത്ത് അന്നത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം ബോണ്ട് ഇഷ്യൂവർ എന്ന് പറയുന്നത് ഡെറ്ററും ബോണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് ഇവിടെ ക്രെഡിറ്ററുമാണ്. അപ്പോൾ എങ്ങനെയാണോ ഇൻഫ്ലേഷൻ ക്രെഡിറ്റേഴ്സിന് ലോസ് ഉണ്ടാക്കുന്നതും കടം കൊടുക്കുന്ന ആൾക്ക് നഷ്ടം ഉണ്ടാക്കുന്നതും കടം വാങ്ങിക്കുന്ന ആൾക്ക് ലാഭം ഉണ്ടാക്കുന്നതും പോലെ തന്നെയാണ് ബോണ്ട് ഇഷ്യൂവറിൻ്റെയും ബോണ്ട് ഹോൾഡറിൻ്റെ കാര്യത്തിലും വരുന്നത്. ഇനി പലതരത്തിലുള്ള ഇൻഫ്ലേഷൻസ് ഉണ്ട്. ഒന്ന് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ മതിലുകളിലെല്ലാം ഇങ്ങനെ വളർന്നു വരുന്ന ചില ചെടികൾ കാണാറില്ലേ? അതിനെയാണ് നമ്മൾ ക്രീപ്പേഴ്സ്, വള്ളിച്ചെടികൾ പോലെ, അതായത് ഇങ്ങനെ വരുന്നതിനാണ്, ക്രീപ്പ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതും
ഒരു 2-3% റേഞ്ചിലുള്ള ഇൻഫ്ലേഷനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഇൻഫ്ലേഷൻ എപ്പോഴും ഇക്കോണമിക്ക് ആവശ്യമാണ്. ആ സർട്ടൻ എമൗണ്ട് എന്ന് പറയുന്നതാണ് ഈ 2-3% എന്ന് പറയുന്നത്. അതെപ്പോഴും ഇക്കോണമിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷനാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇനി വാക്കിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് എന്ന് വെച്ചാൽ ക്രീപ്പിംഗ് എന്ന് വെച്ചാൽ ഇഴയുക എന്നുള്ളതാണ്. വാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിൽ നടക്കുന്നതിനാണ് നമ്മൾ വാക്കിംഗ് എന്ന് പറയുന്നത്. 3-10%നെയാണ് നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി 10% മുതൽ 50% വരെ ആവുന്നതിനാണ് നമ്മൾ ഗാലപ്പിംഗ് അല്ലെങ്കിൽ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിപ്രഷൻ്റെ സമയം 1930s ഒരു യൂറോപ്യൻ കൺട്രീസിനെ ബാധിച്ചിരുന്ന ഒരു വലിയ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എക്കണോമിക് ഗ്രോത്ത് എല്ലാം വളരെ ലോ ആയിരുന്നു. സാധനങ്ങളുടെ വില അതിഭീകരമായിട്ട് കൂടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ആയിരുന്നു. 10% മുതൽ 50% വരെ സാധനങ്ങളുടെ വില കൂടുന്ന ഫിനോമിനയാണ് നമ്മൾ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റണ്ണിങ് ഇൻഫ്ലേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇക്കോണമിയുടെ ഗ്രോത്തിനെ എക്കണോമിക് ഗ്രോത്തിനെ വളരെ ഡേഞ്ചറസ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറും. ഇനി അടുത്തൊരു ഫിനോമിനനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു 10-50% ആണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ 50%-ൽ കൂടുതൽ വരുന്നതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ കാരണം എന്താ, കറൻസിക്ക് അതിൻ്റെ വാല്യൂ മുഴുവനായിട്ടും നഷ്ടപ്പെടും. അപ്പം വെനിസ്വേലയിൽ 2019 നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും അധികം ഇൻഫ്ലേഷൻ ബാധിച്ചൊരു രാഷ്ട്രമാണ് വെനിസ്വേല. വെനിസ്വേലയിൽ 2019 സംഭവിച്ചത് ഹൈപ്പർ ഇൻഫ്ലേഷൻ ആയിരുന്നു. സാധനങ്ങളുടെ വില 50%-ലേറെ കൂടുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ 2 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ കൂടിയുണ്ട്. ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും മറ്റൊന്ന് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും. ഇപ്പം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ ഡിമാൻഡ് കാരണം ആളുകൾ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കാരണം സാധനങ്ങളുടെ വില കയറുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നത്, ഒന്ന് എക്സസ് ഡിമാൻഡ്, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നു, ഒന്നെന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കാശുള്ളപ്പോഴല്ലേ നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. കയ്യിൽ കാശില്ലാത്തപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമോ? ഇല്ല. നമുക്ക് കൂടുതൽ ആവശ്യങ്ങൾ വരുന്നത്, കൂടുതൽ സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നുന്നത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യാൻ ആവശ്യത്തിന് പൈസ ഉണ്ടാവുന്ന സമയത്താണ്. അതാണ് ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ കയ്യിൽ കൂടുതൽ കാശ് വരുമ്പം ഇൻക്രീസ് ഡിസ്പോസിബിൾ ഇൻകം. അതുപോലെ തന്നെ ഇക്കോണമിയിൽ മണി സപ്ലൈ കൂടുമ്പം, അതായത് എല്ലാ സെക്ടേഴ്സിനും ഗ്രോത്ത് ആണ്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും 3 സെക്ടേഴ്സിൻ്റെ കാര്യം പറയാറുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ, അതിന് ഭാഗമായിട്ട് വരുന്ന മറ്റ് 2 സെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഈ സെക്ടേഴ്സിലെല്ലാം ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇക്കോണമിയിൽ മുഴുവനായിട്ട് മണി സപ്ലൈ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ മണി സപ്ലൈ കൂടുകയാണെങ്കിൽ ആളുകളുടെ കയ്യിലും അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കാശ് വരും. അപ്പോൾ ഇത് ഒരു റീസൺ ആണ് ഡിമാൻഡ് കൂടാനായിട്ട്. മറ്റൊരു കാര്യം കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ. ഒരു സാധനത്തിൻ്റെ വില ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡ് എടുക്കുക. ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനി അടുത്ത കാലത്തൊന്നും ഗോൾഡിൻ്റെ വില കുറയാൻ സാധ്യതയില്ല, ഇനി അത് കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഗോൾഡിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടും. അപ്പോൾ അതാണ് കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വില ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴത്തേക്ക് ആ സാധനത്തിന് ഇന്നുള്ള ഡിമാൻഡ് കൂടുന്നതിനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ വരുന്നത്. പിന്നെ ഫിസിക്കൽ സ്റ്റിമുലസ്. ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പോളിസീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ GST 2.0 വന്നു. GST കൊണ്ടുവന്ന എന്തുകൊണ്ടാണ്, നമ്മുടെ ആളുകളുടെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ കുറവാണ് എന്ന് തോന്നിയൊരു സമയത്താണ് നമ്മുടെ ആ ഫെസ്റ്റിവൽ സീസണിലാണ് GST കൊണ്ടുവന്നത്. കാര്യം എന്താ, ഏറ്റവും കൂടുതൽ ആളുകൾ കാശ് മുടക്കുന്നത് ഫെസ്റ്റിവൽ സീസണിലാണ്. അപ്പോൾ ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു പോളിസി ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്റ്റിമുലസ്, അങ്ങനെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന എന്തെങ്കിലും മെഷേഴ്സ്. അതുപോലെ തന്നെ ഇക്കോണമി ഗ്രോ ചെയ്യുകയാണെങ്കിൽ, എക്കണോമിക് ഗ്രോത്ത് ഇക്കോണമിയിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ സെക്ടേഴ്സിനും എല്ലാ ആളുകൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മണി സപ്ലൈ കൂടുന്ന ഒരു ക്രെഡിറ്റ് ബൂം നടക്കുന്ന സമയത്ത് കാശ് കൂടുമ്പോഴത്തേക്ക് ഡിമാൻഡ് ഫോർ ദ കൊമോഡിറ്റീസ് ഓൾസോ വിൽ ഇൻക്രീസ്. സാധനങ്ങളുടെ ഡിമാൻഡും കൂടും. അത് കാരണം സാധനങ്ങളുടെ വില കയറും. ഇതാണ് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലുള്ള മറ്റൊരു ഇൻഫ്ലേഷനാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സാധനം വാങ്ങിക്കുന്ന ആളുകളുടെ ബേസ്, അത് കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഡിമാൻഡ് പുൾ. ആരാണ് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്? വാങ്ങുന്ന ആളാണ് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം
ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ്. എന്നാൽ കോസ്റ്റ് പുഷ്, കോസ്റ്റ് എവിടെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബാധിക്കുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ കാരണം എന്താണ്? ഒന്നെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്സിൻ്റെ വില കൂടുന്നത് കൊണ്ട്. ഇപ്പം നമ്മൾ പെട്രോളിൻ്റെ പ്രൈസ് കൂടിയെന്ന് വയ്ക്കാം. പെട്രോളിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ബാക്കിയുള്ള സാധനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്? കാര്യം ഇപ്പം നമ്മൾ അത് കാരണം ഇപ്പോൾ കാറുകളുടെ വില കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ മോട്ടോഴ്സിൻ്റെ വില കൂടുന്നു. ഇതിൻ്റെ എല്ലാ റീസൺ എന്ന് പറയുന്നത് ഇൻപുട്സിൻ്റെ വില കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സും വളരെയധികം എക്സ്പെൻസീവായിട്ട് മാറും. അപ്പോൾ അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ ഒരു പ്രധാന കാരണം. മറ്റൊന്നെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇപ്പം നമ്മുടെ റുപ്പി, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ എന്താണ് റുപ്പി വളരെ ഡെപ്രിഷിയേറ്റ് ചെയ്തു. ഇപ്പോൾ $1 എന്ന് പറയുന്നത് ഇന്ന് 90 രൂപയായി മാറി. $1 90 രൂപയായിട്ട് മാറുമ്പോഴത്തേക്ക് നമ്മൾ കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം പണ്ട് 80 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ ഇന്ന് നമ്മൾ 90 രൂപ കൊടുത്താണ് $1 ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അതുകൊണ്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയും അതനുസരിച്ച് കൂടും. അതാണ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് ഒരു പ്രധാന കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ വേജ് ഇൻഫ്ലേഷൻ. ഈ റോ മെറ്റീരിയൽസ് വരുന്ന മാറ്റം കാരണം, റോ മെറ്റീരിയൽസിൻ്റെ വില കൂടുന്നത് കാരണം പ്രൊഡക്ഷൻ പ്രോസസ്സ് വളരെ എക്സ്പെൻസീവ് ആകും. പ്രൊഡക്ഷൻ പ്രോസസ്സ് എക്സ്പെൻസീവ് ആകുമ്പോഴത്തേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ വേജസ് അവർ ഡിമാൻഡ് ചെയ്യും അല്ലേ? മുമ്പ് നിങ്ങൾക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണ സാലറി ഹൈക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും കാണാറുള്ളതാണ് അല്ലേ? നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് ആളുകൾ സമരം ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുന്നത്? വേതനം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അവർക്ക് വേതനം കൂട്ടി നൽകേണ്ടത്? മുമ്പ് അവർക്ക് സാധനങ്ങളുടെ വില കൂടി. മുമ്പ് അവർക്ക് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് അവർക്ക് ഇരട്ടി പൈസ കൊടുത്താലേ അവർക്ക് കിട്ടത്തുള്ളൂ എന്നൊരു അവസ്ഥ വരുന്നു. അല്ലെങ്കിൽ അവർക്ക് മുമ്പ് വാങ്ങിച്ചിരുന്ന അതേ സാധനങ്ങൾ ഇന്നത്തെ സാലറിക്ക് അവർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് കൂടുതൽ വേതനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇത് കാരണം എന്ത് സംഭവിക്കും? ആളുകൾക്ക് കൂടുതൽ വേതനം കൊടുക്കണമെങ്കിൽ, വേജസ് കൊടുക്കണമെങ്കിൽ അത് പിന്നെ എങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സിന് അത് കൊടുക്കാൻ കഴിയുക? അവർക്ക് അവരുടെ സാധനം കൂടിയ വിലയ്ക്ക് വിറ്റാൽ മാത്രമേ അവർക്ക് ആളുകളുടെ വേജസ് അവിടെ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വേജ് ഇൻഫ്ലേഷന് ഒരു കാരണമായി മാറും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കുറയുന്ന സമയത്ത്, പ്രൊഡക്ടിവിറ്റി കുറയുമ്പോഴും സാധനങ്ങളുടെ വില കൂടും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വാർ വരുമ്പം, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരുമ്പോൾ, ഒരു ഡൗട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ ഒരു ഷോർട്ടേജ്. ഇപ്പം നിങ്ങൾ പലപ്പോഴും കാണാറുള്ളതാണ്, ഒരു ഫ്ലഡ് വരുമ്പോൾ ഒരുപാട് അഗ്രികൾച്ചർ ക്രോപ്സിന് ഒരുപാട് നഷ്ടങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഡ്രൗട്ട് വരുമ്പോൾ, ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്കാണെങ്കിൽ ഒരു വരൾച്ച സീസൺ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കും. അപ്പോൾ എന്താ, സാധനങ്ങൾ അത്രയും അവൈലബിൾ അല്ല. അപ്പോൾ ഉള്ള സാധനങ്ങളുടെ വില വളരെയധികം കൂടും. പിന്നെ ഒരു മോണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലർ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സാധനം, അയാളുടെ സാധനം, ഇപ്പോൾ മറ്റ് മാർക്കറ്റ്സിൽ വേറെ സെല്ലേഴ്സ് ഒന്നുമില്ല, ഒറ്റ ഒരാൾ മാത്രമേ ഒരു സാധനം വിൽക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്കത് ഇഷ്ടമുള്ള വിലയ്ക്ക് ആൾക്കാർക്ക് വിൽക്കാം. കാരണം എന്താ, ആ വില കൊടുത്ത് മറ്റാരും ഇല്ല അത് സെല് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എത്ര വില ഡിറ്റർമിൻ ചെയ്താലും, എത്ര വില പറഞ്ഞാലും അത് വാങ്ങാനായിട്ടും അവിടെ ആൾക്കാർ ഉണ്ടായിരിക്കും. അതാണ് മോണോപ്പൊളി. ഇതെല്ലാമാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ പ്രധാന കാരണമായിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഒരു സമയത്ത് ഗൾഫ് കൺട്രീസിൽ നിന്ന് ആളുകൾ വരാനായിട്ട് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എയർ ഇന്ത്യയുടെ വിമാനത്തെയായിരുന്നു. കാര്യം ഏറ്റവും അധികം കുറച്ച് പൈസയ്ക്ക് വരാൻ കഴിയുന്ന, കമ്പാരിറ്റീവ്ലി വരാൻ കഴിയുന്ന, ഒരു സമയത്ത് എയർ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്താണ് പിന്നെയും പ്രൈവറ്റ് എയർപ്ലെയിൻസ് അവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഒരു സെല്ലർ മാത്രം ഉള്ളപ്പോൾ, ഒരാൾ മാത്രം ഉള്ളപ്പോൾ എത്ര പൈസ കൂട്ടിയാലും ആളുകൾക്ക് വേറെ മാർഗ്ഗമില്ല, അവർക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ അവർ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസിന് ആളുകൾ അത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ. ഇതെല്ലാം ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ പ്രധാന റീസൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സഡൻ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു ഫോൾ വരുമ്പോൾ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് അത് എക്സസ് മണി സപ്ലൈ വരുമ്പോഴത്തേക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യും? എക്സസ് മണി സപ്ലൈ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻപുട്സ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയും പ്രൈസ് കൂടും. പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു സാധനം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇനഫ് ലോജിസ്റ്റിക്സ് ഇല്ലാത്തത് കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പം നല്ല റോഡ്സ് ഇല്ലെന്ന് വയ്ക്കാം. ഒരു സാധനം ഡൽഹിയിൽ നിന്ന്
കേരളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. പക്ഷെ നല്ല റോഡ്സ് ഇല്ല. നല്ല റോഡ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നാളുകൾ എടുക്കും ആ സാധനം അവിടെ നിന്ന് ലോറിയിലേക്ക് കയറി കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എത്തുന്ന സാധനം നല്ല റോഡ് ഇല്ലാത്തത് കൊണ്ട് 2-3 ആഴ്ച എടുത്തു കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് കൂടുകയാണ് അല്ലേ. അത്രയും ദിവസത്തെ ആളുകളുടെ വേജസ് കൊടുക്കണം, അതുപോലെ തന്നെ പെട്രോൾ അടിക്കണം, അങ്ങനെ ഒരുപാട് കോസ്റ്റ് അവിടെ കൂടും. ഇതും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ ഒരു മേജർ റീസൺ ആണ്. ഇനി ഇത് കൂടാതെ തന്നെ വേറെ ചില ചെറിയ ചെറിയ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, ചെറിയ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി അങ്ങനെ കാണാത്ത, നമ്മളങ്ങനെ ഓഫൻ കേൾക്കാത്ത ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻസ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻസും നമ്മുടെ നാട്ടിലുണ്ട്. പ്രോട്ടീൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. പ്രോട്ടീൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാല്, മുട്ട പോലുള്ള സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ പ്രോട്ടീൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഷ്രിങ്ക്ഫ്ലേഷൻ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മളെല്ലാവരും ലേസ് കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പണ്ടത്തെ ലേസാണ് ഷ്രിങ്ക്ഫ്ലേഷൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പണ്ട് 10 രൂപയുടെ ലേസ് എന്ന് പറയുന്നത് ഇന്ന് 10 രൂപ തന്നെയാണ് ലേസ്, പക്ഷെ അതിൻ്റെ അകത്ത് പകുതിയോളം എന്താണ്, എയർ ആണ്. അപ്പോൾ ഇതാണ്, അതായത് പ്രോഡക്റ്റിൻ്റെ സൈസ് കുറയ്ക്കുന്നതിനാണ് ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നത് ചില ഗുഡ്സിൻ്റെ മാത്രം, ഒരു സ്ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരിവാണ്, അതായത് ചില ഗുഡ്സിന് മാത്രം ഒരു പ്രൈസ് കൂടുന്നതിനാണ് നമ്മൾ സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു കർവാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെ ഒരു നെഗറ്റീവ് കർവാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് വിൽ ബി ഹൈ, അൺഎംപ്ലോയ്മെൻറ്റ് വിൽ ബി ലെസ്. ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറവായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു കർവാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ചില റീജൻസിൽ മാത്രം ചില കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടുന്നതിനെയാണ് സ്പൊറാഡിക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ചില പെർട്ടിക്കുലർ റീജിയൻസിൽ മാത്രം ചില സാധനങ്ങളുടെ വില കൂടുന്നതിനെ നമ്മൾ സ്പൊറാഡിക് ഇൻഫ്ലേഷൻ എന്ന് പറയും. പിന്നെ ചില സാധനങ്ങൾ, ചില പ്രോജക്റ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു പ്രോജക്റ്റ് കുറേ നാളായിട്ട് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് അവർക്ക് തോന്നുകയാണ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, ഇക്കോണമി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ്, എന്നാൽ നമ്മൾ അന്ന് ഹോൾട്ട് ചെയ്ത് അന്ന് നമ്മൾ നിർത്തിവെച്ചിരുന്ന ആ പ്രോജക്റ്റ് വീണ്ടും നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് അത് പെട്ടെന്നൊരു ഇൻക്രീസ് ഇൻ ദ പ്രൈസസിന് കാരണമാകും. അപ്പോൾ അതാണ് പീസ് ടൈം ടേക്കിംഗ് അപ്പ് ഡിലേഡ് പ്രോജക്ട്സ്. ഒരു പീസ് ടൈം ആയതുകൊണ്ട്, അതായത് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുമ്പ് ചെയ്യേണ്ട എന്ന് വെച്ചിരുന്ന പല പ്രോജക്ട്സും ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അതൊരു ടെമ്പററി ആയിട്ട് ഒരു പ്രൈസ് റൈസിന് കാരണമാകും. അതാണ് മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലേഷൻ പ്രധാനമായിട്ടും രണ്ട് പ്രൈസ് ഇൻഡെക്സസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 2 പ്രൈസ് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും 2 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷനെ കുറിച്ചുള്ള. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരാറില്ല, വന്ന് കണ്ടിട്ടില്ല അങ്ങനെ PSCയിൽ. പക്ഷേ ഇൻഫ്ലേഷൻ മനസ്സിലാക്കാതെ, ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയാതെ നമുക്ക് അങ്ങോട്ടുള്ള മണി ആൻഡ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയത്തില്ല. മാത്രമല്ല ഏറ്റവും അധികം ന്യൂസ് പേപ്പേഴ്സ് വരും, ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇൻഫ്ലേഷൻ. അപ്പം എല്ലാവർക്കും ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.